Question number 6. Structure of atom എന്ന ചാപ്റ്ററിൽ നിന്ന് ഡുവൽ നാച്ചർ ഓഫ് മാറ്റർ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. ചോദ്യം ഇങ്ങനെയാണ്: അക്കോർഡിംഗ് ടു ദി വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി ഓഫ് മാറ്റർ ബൈ ഡി ബ്രോളി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് പ്ലോട്ട് represents most appropriate relationship between wavelength of electron lambda and momentum of electron p. സോ സിമ്പിൾ ചോദ്യമാണത്. കാരണം നമുക്കറിയാം ഡി ബ്രോളി ഇക്വേഷൻ അനുസരിച്ച് ഡുവൽ നാച്ചർ ഓഫ് മാറ്ററിൻ്റെ ഇക്വേഷൻ അനുസരിച്ച് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി ആണ്, അല്ലേ? മാറ്റർ വേവ് ലെങ്ത് ഓഫ് മാറ്റർ വേവ് ലാംഡ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ വേവ് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി. ദാറ്റ് മീൻസ് വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോണും മൊമെൻറ്റം ഓഫ് ഇലക്ട്രോണും തമ്മിൽ ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ആണ്. രണ്ടുപേർ ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അവരുടെ ഗ്രാഫ് റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കൂ, പി വേഴ്സസ് ലാംഡ എന്ന് പറയുന്ന ഗ്രാഫ് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. Therefore option 1 is the right answer because they are inversely proportional to each other.